everyone, good morning, good afternoon and good evening. എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ചാപ്റ്ററിന്റെ PYQ സെഷൻ ആയിട്ടാണ്. അപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്കൊരു 4-5 മിനിറ്റിൽ തീർക്കാം. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ first question, what are the 4 different types of structural isomerism exist in coordination compounds? Coordination compound exist ചെയ്യുന്ന 4 different types of structural isomerism ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. And explain with suitable examples. Direct question ആണ്, ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ഏതെല്ലാണ് 4 isomerism? ഓക്കെ, ഏതൊക്കെയാണ് നമുക്കുണ്ട്? Ionization isomerism, linkage isomerism, solvate isomerism, coordination isomerism. ഇതാണ് നമുക്കുള്ള 4 ഐസോമേഴ്സ്. ഓക്കെ, സോ അയണൈസേഷൻ ഐസോമേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ലിഗാൻഡും പുറത്തെ കൗണ്ടർ അയോൺ ഇറ്റ്സെൽഫ് ഒരു ലിഗാൻഡായി ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അയോൺ ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ആ കൗണ്ടർ അയോൺ ഉള്ളിലുള്ള ലിഗാൻഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും. ഓക്കെ, എക്സാമ്പിൾസ് നമുക്ക് കുറേ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മെയിനായിട്ട് എന്ത് പഠിക്കണം? ഐസോമറിസം തറോ ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ മാർച്ച് 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അതിലും മാർച്ച് 2021 2020 ഒക്കെ ചോദിച്ചിട്ടുള്ളത് ഐസോമറിസത്തിനെ കുറിച്ചിട്ട് തന്നെയാണ്. ആൻഡ് ഇതിലെ നോമൻക്ലേച്ചറും ഐസോമറിസും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ നമ്മൾ പാരാമാഗ്നറ്റിക്സും ഡയമാഗ്നറ്റിക്സും പറയുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇത്രയും ഐസോമറിസം ഉണ്ടെന്ന് അറിയാം. ഓക്കെ, സോ ലിങ്കേജ് ഐസോമറിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ഡൈഡെൻഡേറ്റ് അല്ല, ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ് എന്ത് കാണിക്കുക? ലിങ്കേജ് ഐസോമറിസം കാണിക്കുക. ആൻഡ് സോൾവേറ്റ് ഐസോമറിസം എന്ന് പറയുമ്പോൾ ഒരു സോൾവെന്റ് മെറ്റൽ ആറ്റത്തിലായിട്ടാണോ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതോ പുറത്താണോ ഉള്ളത്? വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതാണ് എന്ത്? സോൾവേറ്റ് ഐസോമറിസം. ആൻഡ് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എൻഡൈറ്റിലും നെഗറ്റീവ് എൻഡൈറ്റിലും ലിഗാൻഡ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? കോർഡിനേഷൻ ഐസോമർസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗിവ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സസ്. സോ ഇവിടെ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എവിടുന്നാണ് നെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് പോസിറ്റീവ് എൻഡൈറ്റി ഏതാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആകെ ഇവിടെ പോസിറ്റീവ് എൻഡൈറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നെയിമിംഗ് തുടങ്ങുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ലിഗാൻഡ്സ് എന്ന് തുടങ്ങണം. ആ ലിഗാൻഡിന്റെ ആൽഫബറ്റിക്കൽ ഓർഡർ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, സോ ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഡൈഅമൈൻ അല്ലേ? ഓക്കെ, സോ ഡൈഅമൈൻ, പിന്നെ ആരാളുള്ളത്? ക്ലോറിൻ, ഡൈക്ലോറോ, ഡൈഅമൈൻ, ഡൈക്ലോറോ, പ്ലാറ്റിനം, ഓക്കെ, ഡൈഅമൈൻ, ഡൈക്ലോറോ അല്ലെങ്കിൽ ക്ലോറിഡോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നെക്സ്റ്റ് കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് ന്യൂട്രൽ ആണ്. എന്ത്? ആ കോർഡിനേഷൻ സ്ഫിയറിന് ചാർജ് ഒന്നും തന്നെ ഇല്ല. അപ്പോ x+0 -2 = 0. അപ്പൊ x എന്താന്ന് കിട്ടും? +2 ആണെന്ന് കിട്ടും. അപ്പൊ പ്ലാറ്റിനം 2 അതായിരിക്കും എന്ത്? ഇതിന്റെ IUPAC നെയിം. ആൻഡ് നെക്സ്റ്റ് വൺ എടുക്കുമ്പോൾ എന്താണ്? ടെട്രാ കാർബണൈൽ നിക്കൽ 0. കാരണം എന്താണ്? കാർബണൈലിന് എന്തില്ല? ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. അപ്പൊ നിക്കലിന് എന്തുണ്ടാവില്ല? ചാർജ് ഉണ്ടാവില്ല. ഓക്കെ, ടെട്രാ കാർബണൈൽ നിക്കൽ 0. ഓക്കെ, സോ അതാണ് എന്ത്? ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കുള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which among the following shows optical isomerism? Optical isomerism ഇതിൽ ഏതാണ് കാണിക്കുക എന്നാണ്. ആൻഡ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഒരു ടോപ്പിക് റിവിഷൻ പോലെ ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ഒപ്റ്റിക്കൽ ഐസോമറിസം ഏതൊക്കെ ടൈപ്പ്, ഒക്ടാഹൈഡ്രൽ ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് കാണിക്കും എന്നുള്ളത് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കേണ്ടത് നമുക്കറിയാം റെസിമെട്രിക് ആയിരിക്കണം. ആൻഡ് ഓൾസോ എന്തായിരിക്കണം? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആവരുത്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആവണം. ഓക്കെ, സോ അത് എന്തിനെ പറ്റുള്ളൂ? നമുക്കറിയാം ഇവിടെ CO4 എന്ന് കണ്ടാൽ അറിയാം എന്ത്? എല്ലാം ഒരേ ടൈപ്പ് ആണ് അല്ലെ? എല്ലാം ഒരേ ടൈപ്പ് ലിഗാൻഡ്സ് ആണെങ്കിൽ എന്ത് കാണിക്കൂല? ഒരിക്കലും അത് അസിമെട്രിക് ആവില്ല. സോ എന്ത് കാണിക്കൂല? ഒപ്റ്റിക്കൽ ഐസോമർസ് കാണിക്കൂല. ഇവിടെ സെയിം കേസ് F6 ആണുള്ളത്, സെയിം ടൈപ്പ് ഓഫ് ലിഗാൻഡ് ആണുള്ളത്, എന്ത് കാണിക്കില്ല? ഐസോമർസും കാണിക്കില്ല. നെക്സ്റ്റ് നമുക്കുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് ഉണ്ട്, പക്ഷേ സിസും ഉണ്ട്, ട്രാൻസും ഉണ്ട്. ഓക്കെ, സോ ഇതിപ്പോ എത്രയാണ് കോർഡിനേഷൻ നമ്പർ? 6 ആണ് വരുന്നത്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ വരക്കുമ്പോൾ
നമുക്ക് എന്ത് കിട്ടും? CO. ഇത് സിസ് ആണല്ലേ തന്നിട്ടുള്ളത്. സോ ക്ലോറിൻ ഹിയർ, ക്ലോറിൻ ഹിയർ. ആൻഡ് ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു അമോണിയ, അടുത്ത അമോണിയ, അടുത്ത അമോണിയ, അടുത്ത അമോണിയ. ഇതായിരിക്കും നമ്മുടെ സിസ്. ട്രാൻസ് എന്തായിരിക്കും? CO, Cl, Cl. അമോണിയ ഇവിടെ 4 എണ്ണം ഇങ്ങനെ. ഓക്കെ, സോ ഇങ്ങനെ 4 എണ്ണം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഇത്? എന്തായിരിക്കും ഉണ്ടാക്കുക? സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും ഉണ്ടാക്കുക. ആൻഡ് ഇത് എന്തായിരിക്കും ഉണ്ടാക്കുക? സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും ഉണ്ടാക്കുക. സോ ഒബ്വിയസ്ലി നമ്മളൊരു ഒക്ടാഹൈഡ്രൽ കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ എന്താണ്? ഒക്ടാഹൈഡ്രൽ കോമ്പൗണ്ട്സിലെ സിസ് ആയിരിക്കും എന്ത് ഫോം ചെയ്യുക? ഒപ്റ്റിക്കൽ ഐസോമറിസം ഷോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് CONH3 Cl3. അതൊരു ഒക്ടാഹൈഡ്രൽ കോമ്പൗണ്ട് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓഫ് ടൈപ്പ്, ഏത് ടൈപ്പ് ആണിത്? MA3B3 ടൈപ്പ് ആണ് അല്ലെ? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിലെ MA3B3 ടൈപ്പ് ആണ്. MA3B3 ഏത് ടൈപ്പ് ജിയോമെട്രിക്കൽ ഐസോമർസ് ആണ് കാണിക്കുന്നത്? ഫാക്മർ ഐസോമറിസം അല്ലെ? ഫേഷ്യൽ ആൻഡ് മെറിഡിയൻ ഐസോമർസ് ആണ് ആര് കാണിക്കുക? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിലെ MA3B3 കാണിക്കുക. സോ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമുക്ക് CONH3 Cl3 ആണ്. അപ്പൊ ഫാക് ഐസോമർ എങ്ങനെയായിരിക്കും? CO-ന്റെ ക്യാപിറ്റൽ സിയും സ്മോൾ ലെറ്റർ O ആയിട്ട് ഇതിന്റെ കൊബാൾട്ട്. ഓക്കെ, ഒരിക്കലും കാർബണും ഓക്സിജൻ ആയിട്ട് നമുക്ക് തോന്നരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാക്മർ ഐസോമർ. സോ ഫാക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? NH3 NH3. ഓക്കെ, സോ ഇവിടെ NH3 ഇതാണ് എന്ത്? നമ്മുടെ ഫാക് ഐസോമർ. ആൻഡ് മെർ ഐസോമർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? മെർ ഐസോമർ. ഓക്കെ, സോ NH3 Cl. ഓക്കെ, ഇതായിരിക്കും എന്ത്? നമ്മുടെ മെർ ഐസോമർ. ഇതായിരിക്കും മെർ ഐസോമർ ആൻഡ് ഇതായിരിക്കും ഫാക് ഐസോമർ. സോ ഈ ഫാക്മർ ഐസോമർസ് ആണ് ആര് കാണിക്കുക? MA3B3 ടൈപ്പ്. ഒക്ടാഹൈഡ്രലിന്റെ MA3B3 ടൈപ്പ് കാണിക്കുക. ഓക്കെ, സോ നമുക്ക് ഈ PYQs എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഐസോമറിസം ഉണ്ട്, നോമൻക്ലേച്ചർ ഉണ്ട്, ആൻഡ് ഓൾസോ നമ്മൾ ഡയമാഗ്നറ്റിക് ആണോ അതായത് വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും ഉണ്ട്. ആ 2 തിയറീസും നിങ്ങൾ പഠിക്കുക. ചിലപ്പം ഒരു സ്ട്രക്ചർ തന്നിട്ട് അത് പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ, എക്സ്പ്ലെയിൻ വൈ വാലൻസ് ബോണ്ട് തിയറി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. എല്ലാവരും നല്ലോണം പഠിക്കുക, എക്സാം ഉഷാറാക്കുക. ഓക്കെ, ബൈ.